നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ മിറാജാണ് കേട്ടോ. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. മിറാജ് രാവിൻ്റെ അന്ന് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലേനു കേട്ടോ. അതായത് ഐബുട്ടൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ച് ആകെ മൊത്തം കംപ്ലൈൻ്റ് ആയി. പിന്നെ എന്താ പറയുക, ഡിസ്പ്ലേ ഒക്കെ റെഡിയാക്കി വന്നപ്പോഴേക്ക് എനിക്ക് അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ഈ ഒരു കൽത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. മിറാജ് രാവ് വെള്ളിയാഴ്ചയും മിറാജിൻ്റെ ആ ഒരു നോമ്പ് ശനിയാഴ്ച ആയിരുന്നല്ലോ. സോ നമ്മളും ശനിയാഴ്ച തന്നെയായിരുന്നു നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറ സ്പെഷ്യലായിട്ട് മന്തി ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. എന്തായാലും മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ കൂടെ കുറച്ച് പത്തിരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിഷു അതിൻ്റെ ഇടയിൽ കൂടെ ഒളപ്പപ്പാക്ക് വിളിച്ചിട്ട് നോമ്പറക്കാൻ വരി പപ്പ എന്നൊക്കെ പറഞ്ഞ് പേരക്കുട്ടിയുടെ അഭ്യർത്ഥന ഇപ്പോൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫാദറിലോക്ക് പത്തിരിനോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ പിന്നെ കുറച്ച് പത്തിരിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് ഉരുളകളാക്കി, ഉരുള മീൻസ് ഉണ്ടകളാക്കി മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പത്തിരി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അത്ര വലിയ പ്രോ അല്ല കേട്ടോ, എക്സ്പെഷ്യലി നമ്മുടെ പരത്തുന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ പരത്തൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻ്റെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. റമദാനിലൊക്കെ 1-2 പ്രാവശ്യം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അതായത് എൻ്റെ അമ്മച്ചി ഇങ്ങനെ കുറേ നേരം കിച്ചണിൽ കിടന്ന് ഇടങ്ങാറാവണമെന്നും എൻ്റെ അപ്പാക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അത്രയും റിസ്ക് എടുത്തിട്ടൊന്നും ഫുഡ് കഴിക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഇപ്പച്ചി കേട്ടോ. ഇന്നെയാണെങ്കിൽ ഓല് കെട്ടിച്ചു വിട്ടതോ ഒരു പത്തിരി പരീക്കുവാണ്. അതായത് റമദാൻ 30 പത്തിരി കിട്ടിയ അത്രയും ആശ്വാസം അങ്ങനത്തെ ഒരു വീട്ടിലോട്ടാണ്. അതുകൊണ്ട് എനിക്ക് പത്തിരി ഉണ്ടാക്കാനും ചുടാനും ഒക്കെ പഠിക്കാനായി കേട്ടോ. അതും അൽഹംദുലില്ലാ. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം പിന്നീട് അങ്ങോട്ട് ചടപടേ എന്ന് പറഞ്ഞ പോലെയായിരുന്നു പണി. പിന്നെ എന്നെ കട്ടയ്ക്ക് ഹെൽപ്പാക്കാനായിട്ട് ഇപ്പച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് വാതിലൊക്കെ അടിച്ചു പൂട്ടി എന്താ പറയുക, പകലിന് രാത്രിയാക്കി കിടന്നുറങ്ങുന്ന എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പച്ചിനെ മാത്രം പറഞ്ഞിട്ട് ആളെ പറ്റി ഒന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു പരാതി വേണ്ട. അങ്ങനെ പരത്തി വെച്ച പത്തിരികളൊക്കെ ഓരോന്നായിട്ട് ഞാനിവിടെ ചുട്ടെടുക്കുവാണേ. 3-4 പത്തിരിയൊക്കെ ഒന്നിച്ച് ചുടാൻ പറ്റിയിട്ടുള്ള ചട്ടി നമുക്കുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് സുഖം നോൺ സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ചട്ടി നോൺ സ്റ്റിക്ക് അല്ല. പക്ഷേ എനിക്ക് സുഖം ഇതായതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇത് ഓരോന്ന് ചുട്ടെടുത്താലും സംഭവം പെട്ടെന്ന് തീരുമാനമാകും. അപ്പോൾ ഇതാണ് ഈസി എന്ന് തോന്നിയിട്ടാണ്. സാധാരണ പത്തിരിക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ആ ഒരു കറി ഉണ്ടല്ലോ, അതായിരിക്കും. തൽക്കാലം ഞാനിവിടെ ചിക്കൻ മുളകിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സമയക്കുറവ് മൂലവും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങക്കുറവ് മൂലവും എല്ലാം മാനിച്ചിട്ട് തൽക്കാലം ഞാൻ തേങ്ങയൊന്നും അരക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ നമ്മളിവിടെ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുവാണ്. ഇവിടെ കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ മന്തി റൈസും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയക്കുറവ് മൂലം മന്തി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ലെവൽക്കൊന്നല്ല ആക്കണത്. നമ്മൾ ജസ്റ്റ് സാധാരണ വീട്ടിലുണ്ടാക്കും പോലെ ഒന്ന് സിമ്പിളായിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ചിക്കൻ കറിയും അവിടെ ആയിട്ടുണ്ട്. ദെൻ നിഷുവിനെ പിടിച്ചിരുത്തിയിട്ട് സലാത്തൊക്കെ ചെല്ലിപ്പിക്കുകയാണ്. ഓതാനും നിസ്കരിക്കാനും പഠിക്കാനും വായിക്കാനും എല്ലാത്തിനും അവളുടെ പിറക്കെ നടന്നിങ്ങനെ നമ്മളിങ്ങനെ എരിപിരി കൂട്ടണം. എന്നാൽ മാത്രമേ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. എല്ലായിടത്തും ഇതന്നെയാണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങോട്ട് മിക്സാക്കി സെറ്റാക്കി കൊടുക്കുവാണ്. സാധാരണ എൻ്റെ മന്തിയും ബിരിയാണിയും ഒക്കെ ഭയങ്കര കളർഫുൾ ആയിക്കാരം. ഇന്ന് കളർഫുൾ ആക്കാൻ ചിക്കൻ കളർ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കുറവ് നിങ്ങൾക്ക് കാണാനുണ്ടാകും. റമദാനിൽ നോമ്പും പിടിച്ച് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് അങ്ങോട്ട് കയറും. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഉപ്പുണ്ടോ മുളകുണ്ടോ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മന്തിയൊക്കെ സെറ്റ് തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നേ. എൻ്റെ മാത്രം അഭിപ്രായമല്ല, കഴിച്ചവരുടെയും കൂടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മയോണൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേനെ പകരം ഈ ഒരു സംഭവം കൂടെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ദെൻ പത്തിരിയൊക്കെ ചൂടാറി സെറ്റായി കിട്ടിയ സ്ഥിതിക്ക് അതൊക്കെ ഒരു പാത്രത്തിലോട്ട് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കലൊക്കെ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തതുകൊണ്ടാവാം നമ്മുടെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്കിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യാൻ, അതായത് ഇങ്ങനെ സമാധാനത്തിൽ ചെയ്യാൻ കുറച്ചധികം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഓൾഡ് വീഡിയോസൊക്കെ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മളെ ടേബിള് എന്തോരം കളർഫുൾ ആയിരുന്നു. ഫ്രൂട്ട്സ് അങ്ങോട്ട് നിറഞ്ഞു നിൽക്കും.
കഴിക്കുമായിരുന്നു എന്നേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ലീവിലായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടോ. തൽക്കാലം നമ്മളൊരു വത്തയ്ക്ക വെച്ചിട്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതാ നമ്മൾ കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് നമുക്ക് ജ്യൂസും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസ് എനിക്ക് മസ്റ്റാണ്. ഒരു കുടം കിട്ടിയാൽ അത്രയും ഞാൻ കുടിക്കും. അതെന്തോ ഒരു പ്രത്യേക ആശ്വാസമാണ്. മനസ്സും വയറും ഒക്കെ തണുക്കുന്നൊരു ഫീലാണ്. എനിവേ നമ്മളിതവിടെ കുറച്ച് ജ്യൂസും കൂടെ അങ്ങോട്ട് സെറ്റ് ആക്കുവാണേ. അങ്ങനെ ആവശ്യത്തിനുള്ള വത്തയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു, പാൽപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഷുഗറും കുറച്ച് ഐസ് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാ നല്ലോണം അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി എടുക്കുവാണേ. ഒരു ഭാഗത്ത് ഇവിടെ ജ്യൂസ് റെഡി ആവുമ്പോഴേക്ക് തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ചായയും കൂടെ ആവണുണ്ട്. ഇപ്പം ഏകദേശം ഭാഗമൊക്കെ കൊടുക്കാനായി തുടങ്ങി കേട്ടോ. എന്നാലും ആദ്യം കുറച്ച് ധൃതി പിടിച്ചാലും ലാസ്റ്റിക്ക് നല്ല സമാധാനത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. നമ്മൾ വീഡിയോ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരും. ഇതിപ്പോൾ വീഡിയോ എടുക്കൽ നമ്മൾ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ട്രൈപോഡ് അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും ക്യാമറ സെറ്റ് ചെയ്തിട്ടും സമയം പോണതറിയില്ല. ഐബുട്ടന് മരക്കൊമ്പത്ത് കയറും പോലെയാണ് കേട്ടോ. ഇപ്പച്ചിനെ കണ്ടാൽ പിന്നെ മേത്തുനിന്ന് ഇറങ്ങേയില്ല. അപ്പോൾ വത്തക്ക കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സംഭവം നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ്. സംഭവം നല്ല യൂസ്ഫുൾ ആണ്. ഇങ്ങനെ വത്തക്ക, ഓറഞ്ച് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ കുരു കുടുങ്ങണ ആ ഒരു പേടിയുണ്ടല്ലോ, അതില്ലാണ്ട് നമുക്ക് കൊടുക്കാം. ഇതാവുമ്പോൾ സേഫ് ആയിരിക്കും. അപ്പോൾ അവൻ അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫാദറിലോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിക്ക് പോയി ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആൾ വരുമ്പോഴേക്ക് നമ്മളെല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വിഭവങ്ങളൊന്നും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നമ്മളെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കേട്ടോ. അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മുടെ നോമ്പുതുറ. പിന്നെ തീറ്റയും കൂടിയും മാത്രമല്ലല്ലോ മുഖ്യം, ഇതും കൂടെ വേണ്ടേ. അങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ദിവസം നല്ല എന്താ പറയുക, നല്ല റാഹത്തായിട്ട് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്കും സബും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.